ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോകുന്നത് ബണ്ടേക്കല്ല് ഗുഡ പറഞ്ഞ സ്ഥലത്താണ്. അപ്പം അവിടെ എനിക്ക് തോന്നുന്നു 4 കിലോമീറ്റർ 1 കിലോമീറ്ററോളം ട്രക്ക് ചെയ്താൽ പോകേണ്ടത്. അതിന് മുമ്പത്തെ സ്ഥലം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു കാശൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് പോയിട്ട് അവിടെ നിന്ന് 1 കിലോമീറ്ററോളം ട്രക്ക് ചെയ്യാനുണ്ട്. സ്റ്റീപ്പാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നടക്കാൻ അത്യാവശ്യം ഉണ്ടാവും, കയറി നോക്കാം. അന്വേഷിച്ചപ്പോൾ 2000 രൂപയാണ് ആ 1 കിലോമീറ്റർ ജീപ്പിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഒരു ജീപ്പിൽ ആൾക്കാർ കയറ്റും, പക്ഷേ അത് 2000 ജസ്റ്റ് 1 കിലോമീറ്റർ കയറ്റി ഇറക്കാനായിട്ട്. അപ്പോൾ അവിടെ ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ കയറാൻ പറ്റാത്തവർക്ക് ജീപ്പ് എടുക്കാം. പിന്നെ അവിടെ നല്ല വ്യൂ കിട്ടുന്നതാണ് പറഞ്ഞത്. സോ അപ്പോൾ നമ്മൾ ആ വ്യൂ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. രത്നഗിരി കോഫി പ്ലാന്റേഷൻ്റെ അവിടെ പോയിട്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് നടക്കണം 1 കിലോമീറ്റർ. അപ്പോൾ ഫ്രണ്ട്സ്, ബണ്ടേക്കല്ല് ഗുഡ ഇനി നടക്കണം. അപ്പം നടക്കാൻ തുടങ്ങുകയാണ്. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തുട്ടാ. ഇവിടെ നിന്ന് 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. ഇപ്പം മേലോട്ട് നടക്കണം. അത് ഇങ്ങോട്ടാണോ എന്നറിയില്ല. നടക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടീംസ്. പോവാ. അപ്പോൾ അതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. എത്ര ദൂരം നടക്കണമെന്ന് അറിയില്ല. ഇതാ എല്ലാവരും നടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. മുന്നേ താടി സൈഡിൽ കുറേ ഉണ്ട്. കാപ്പിക്കുരു കഴിച്ചോ. സ്റ്റാർട്ടിങ് ഓഫ് ദ ട്രക്ക് പോയിന്റ്. നീ തൊട്ട് നോക്ക്, നിനക്കൊന്നും പറ്റിയില്ലെങ്കിൽ അടിക്കില്ല. ആ ഇവിടെ തന്നെ ഇതാണ് തോന്നുന്നു ചേച്ചി വണ്ടി. ഇവിടെ ജീപ്പൊക്കെ ഉണ്ട് കേട്ടാ. ജീപ്പിന് ഓൾമോസ്റ്റ് എത്രയാ 2000 രൂപ മേലെ കയറ്റി താഴെ. ഇനി കുറച്ചുകൂടെ ഉണ്ട്, അങ്ങോട്ട് നടക്കാം. അത്യാവശ്യം 1 കിലോമീറ്റർ നടക്കാറുണ്ട്. സോ ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 15 minutes. ഇനിയിപ്പോൾ ഫുള്ള് നടക്കാനായിട്ട് പോവാം. ജീവട്ടോട് ഓ നീ അറിയാ തെരിയാ മാട്ടിങ്ങിപ്പ ഇവിടെ. പക്ഷേ സ്റ്റീപ്പൊന്നും ഇല്ല കേട്ടോ ജീവട്ടാ. വളഞ്ഞു പൊളഞ്ഞ് നടക്കുന്ന പോലെ തന്നെയാണ്. ആരെ ഡെലിവറിക്ക്? ഓറഞ്ച് നോക്ക് എവിടെ. ഇവിടെ വണ്ടികൾ കുറേ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജീവട്ടാ അവിടെ കണ്ട സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ജീവട്ടാ. പ്ലാസ്റ്റിക് വേസ്റ്റ് നോ എൻട്രി ചെയ്യുന്ന. ഓ പ്രൈവറ്റ് വെഹിക്കിൾസ് ആയിരുന്നല്ലേ ജീവട്ടാ. ഇതാണ് ജീപ്പിൻ്റെ പിക്കപ്പും ഡ്രോപ്പ് അവൈലബിൾ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജീപ്പ് പിക്കപ്പും ഡ്രോപ്പും ഉണ്ടെന്ന്. അതായത് ഇവിടെ ഫുഡും സ്റ്റേ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലാണെന്ന് അറിയില്ല. ഇനിയാണ് തുടങ്ങുന്നത്. നല്ല സ്റ്റീപ്പ് ക്ലൈമ്പിംഗ് ആണ്. നമുക്കെന്നാൽ കയറി തുടങ്ങാം. അപ്പോൾ ഗൈസ് 45 മിനിറ്റ് എടുക്കും മേലെ കയറാൻ. ഇത് കയറുമ്പോഴേക്കും തന്നെ മനസ്സിൽ ഡൂപ്പാടലകും. ഒരുത്തി ഇവിടെ ചാടിക്കയറി പോകുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് കിടക്കാനായിരിക്കും തോന്നുന്നുണ്ട്. 1 കിലോമീറ്റർ അല്ല, 2 കിലോമീറ്റർ ആണ്. ഇത് ഇതിൽ കൂടെയൊക്കെയാണ് റൂട്ട് അടിച്ച് പോകേണ്ടതെന്ന് അറിയില്ല. സോ ട്രക്കിംഗ് ഫീൽ ചെയ്യുന്നവർക്ക് വരിക. സോ ട്രക്ക് ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി വർത്ത് എന്നാണ് തോന്നണേ. സോ നമുക്ക് മേലെ കയറാം. ഇനി ഞാനത് ഫാസ്റ്റ് ഫോർവേഡിലാണ്. കാര്യം ഇറ്റ് ടേക്സ് എ ലിറ്റിൽ മോർ ടൈം ടു ക്ലൈംബ്. സോ അതുകൊണ്ട് ഞാനിത് ടൈം ഇതായിട്ടിടാം. അപ്പം പയ്യെ വേഗം കയറിയാൽ പെട്ടെന്ന് ക്ഷീണിക്കും. സോ കയറുന്നതിനേക്കാളും ഇറങ്ങുമ്പോഴാണ് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഇറങ്ങേണ്ടത്. അമ്മയുണ്ട് കൂടെ. അമ്മ കയറി ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. തുടങ്ങിയിട്ട് 1 മിനിറ്റേ ആയിട്ടുള്ളേ. സോ പയ്യെ കയറാം. ബാ സിമ്പിളായിട്ട് പറയാ. മേ ബി പോയിട്ട് വരാനായിരിക്കും 45 മിനിറ്റ്. മേലെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് എഴുതിയേക്കുന്നത്. സോ പ്രോബബ്ലി മേലെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവണം. ബാ 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 പതുക്കെ പോവാം. നോ ഹറി ബൈ.
അപ്പം ഉള്ള പോലെ പയ്യെ പോവാ. ആ അത് തന്നെ. അമ്മ നിന്നെ പോലെ എല്ലാവരും ആവണമെന്നില്ലമ്മ. ഇതൊരു ലോങ് വീഡിയോ ആവാനാണ് സാധ്യത. പോകുന്ന വഴിക്ക് 2 സൈഡും നല്ല അടിപൊളി എസ്റ്റേറ്റ് ആണ്. എസ്റ്റേറ്റിൻ്റെ നടുവിൽ കൂടെ റോഡ് നല്ല സ്റ്റീപ്പ് റോഡാണ്. ഞാൻ വേണമെന്ന് കാണിച്ചു തരാം. അച്ഛൻ കയറുന്നത് കണ്ട് അതാണ് അറിയാം. സോ അങ്ങനെയാണ് നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 2 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വെച്ച് നോക്കുമ്പോൾ 40 മിനിറ്റ്സ് പോവാം. പിന്നെ റെഡിയാണോ? ക്ഷീണിച്ചാ? ഇടി 100 മീറ്റർ ആയിട്ടുള്ളൂ. കയറ്. വാ 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 വാ. എന്താ ചേട്ടാ 200 മീറ്റർ ഗ്യാസ് വാങ്ങിയതാ? Slowly climbing up. ജീവൻ പോണ്ട്. ആരുടെ ജീവൻ പോണോ ചേച്ചി? ഞാൻ കൂടെ വരാം. ഇവിടെ ഓറഞ്ച് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. Let's walk. Rule number 1. പതുക്കെ നടക്കുക. Rule number 2. Take adequate breaks in between. Rule number 3. Carry water while you're coming. ഇതൊക്കെ ചെയ്തിട്ട് വരണേ, ഇല്ലെങ്കിൽ നല്ലോണം ക്ഷീണിക്കും. കുറേ പേര് വരുന്നുണ്ട് മുകളിൽ നിന്നൊക്കെ. മേലെ വല്ല ചായ കണ്ടോ ചോദിക്കായിരുന്നു. ജിയോട്ടാ ഇതേ സ്റ്റീപ്പ് ഇതൊക്കെ വേലയാ. ജീവട്ട കാലിന്റെ മുട്ടിന്ന് എന്തൊക്കെയോ ശബ്ദം വരുന്നു. കല്ലെറിയല്ലേ? രഞ്ജു, ഇതിൽ ജീപ്പിൽ വരുന്നതിനേക്കാൾ നടന്നു വരുന്നത് നല്ലത്. രഞ്ജേച്ചി, ഇവിടെ ജീപ്പിൽ വരുന്നതിനേക്കാൾ നല്ല നടന്നു വരുന്നത് തന്നെയാണ്. ജീപ്പ് ഇങ്ങനെയായിരിക്കും പോവോ? അള്ളി പിടിച്ചിരിക്കണം. സത്യം അതാണ്. ടാസ്ക്കാണ് ഗൈസ്. തുടങ്ങി കുറച്ച് നേരം ആയിട്ടുള്ളൂ. അതിന് മുന്നേ നല്ല ക്ഷീണിക്കാൻ തുടങ്ങി. സോ ടയറിങ്. അര കിലോമീറ്റർ ആയി നടക്കാൻ തുടങ്ങിയിട്ട്. താഴെ നിന്ന് വിട്ടിട്ട് 1 കിലോമീറ്റർ ആയി നടക്കാൻ തുടങ്ങിയിട്ട്. മുകളിൽ 1 കിലോമീറ്റർ നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ബട്ട് ഇറ്റ്സ് ടു ഫാർ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് സ്ട്രെയിറ്റ് റോഡ് കിട്ടുന്നുണ്ട്. സോ ഫീൽസ് ഗുഡ് വെൻ യു സീ സ്ട്രെയിറ്റ് റോഡ്. എനിക്ക് തോന്നുന്നു ഹാഫ് മാർക്ക് എത്തിയെന്ന്. നടക്കാം. എനിക്ക് തോന്നുന്നു ഇനിയും കയറ്റമുണ്ട്. വണ്ടി അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. മേ ബി അവിടെ നിന്ന് ഇനിയും കയറ്റമുണ്ടോ? അല്ല സി ഫാദ ശരിക്കും ശരിയുണ്ട്.
ഒരു ഫോട്ടോ സെഷൻ. ജിയുടെ തിരിഞ്ഞോ? ഓക്കെ മതി. ലെറ്റർ അവിടെ ഒരു വണ്ടി നിൽക്കുന്നുണ്ട്. അപ്പം അതിന് അങ്ങോട്ട് നടക്കണം തോന്നുന്നുണ്ട്. നടക്കാം. അല്ല, ലെഫ്റ്റിലോട്ടാണ് തിരിക്കണം. ഇവിടെ നിന്ന് വണ്ടി ഇവിടെ നിർത്തിച്ചിട്ടുണ്ട്. സോ ബിയോണ്ട് ദിസ് പോയിന്റ് നടന്ന് തന്നെ പോകണമായിരിക്കും. മേബി ഇതാ ആളിൽ വെച്ച് നിർത്തിയിരിക്കുകയാണ് ജീപ്പ്. ഇനിയിപ്പം നേരെ അങ്ങോട്ട് ആരെത്തിയെന്നാണ് വിചാരിച്ചത്. ഇവിടെ റിസോർട്ട് വല്ലതും ഉണ്ടാവണം തോന്നുന്നുണ്ട് ഈ വീക്കകത്ത്. ഇപ്പം അങ്ങോട്ടാണ് നടക്കണ്ടേ. അതോ മാഞ്ചെന്ന് ഓറഞ്ചായിരിക്കും. ബാ, ഞാൻ നാറാണ്ട് ഭ്രാന്തൻ. ചേച്ചി ആ കല്ല് ഉരുളക്കല്ല്. വാ, ഞാൻ നാറാണ്ട് ഭ്രാന്തൻ. ചേച്ചി മിക്കവാറും സൺസെറ്റ് ആകുമ്പോൾ ഇവിടെ മേലെ എത്തുള്ളൂ തോന്നുന്നുണ്ട്. വെറുതെ ഇല്ല നമ്മുടെ അടം നമ്മുടെ ഒപ്പം വരാത്ത. എനിക്ക് നടക്ക്. എനിക്ക് ദാണ്ട് ഒരു മുത്തശ്ശി ഇരുന്നു. എണീറ്റ് കമാൻ. ഹറിയപ്പ്. ഇപ്പം കിട്ടിയ ഇൻഫർമേഷൻ, മേലെ ഒരു പച്ചവെള്ളത്തിൻ്റെ കട പോലും ഇല്ലടാ ഉണ്ണിയേ. അയ്യോ ജീവേട്ടനാണെ മേലെ പോയി കാപ്പി കുടിക്കുന്ന വിശ്വാസത്തിലാണ് പോണത്. മേലെ ഒരു കുഞ്ഞു കട പോലും ഇല്ല. ജീവേട്ടൻ എനിക്കത് നേരത്തെ അറിയാം. ഒരു കിലോമീറ്ററും കൂടെ അത്ര പോവാ, നടക്കാം. പോവാ. അവിടെ കുറച്ച് ആൾക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി 1 കിലോമീറ്ററോളം നേരെ നടക്കാം. ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പോകുന്നത് കൾട്ടിവേറ്റ് ചെയ്ത് നടക്ക് അനങ്ങി നടക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ ഡെയിലി വരുന്നതാണ്. അല്ല, നടന്നു വരും. ഇവിടെ കുറച്ച് സ്റ്റീപ്പല്ല, ഇവിടെ കുറച്ച് ഈവനായിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പിഞ്ചു ഉടമ്പ് സാർ. எங்கேயும் அது இடத்துக்கு போனோமா, ரிசோர்ட்டை புக் பண்ணோமா, தீனியை சாப்பிட்டோமா, படுத்து தூங்கணுமான்னு இருந்தது. അയ്യോ വയ്യ. അത് കാപ്പിയല്ല, ചൊറിയനല്ലേ ആയിരിക്കും. ഓ, പക്ഷെ അവിടെ ബോർഡുണ്ട്, ദ ഹൈറ്റ്സ് ഫുഡ് ആൻഡ് സ്റ്റേ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ. പക്ഷെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹൗ ഇസ് ദിസ് ട്രിപ്പ്? How are you feeling? എന്നെ എടുത്തോണ്ട് പൊടിയേ. അപ്പം ഇനി നടക്കാം. കാപ്പിക്കുരു വരുന്ന സ്ഥലത്ത് വലിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാം. നടക്ക്. കുറേ ഇംഗ്ലീഷിലെ വ്ളോഗ് പണ്ടുന്ന ഞാനിവിടെ മലയാളത്തിൽ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. പോസ്റ്റ് ചെയ്യോ ഇല്ലയെന്ന് ദൈവത്തിന് അറിയാം. അയ്യോ, ചെറിയ റോഡാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇടയ്ക്ക് നല്ല സ്റ്റീപ്പുള്ള സംഭവങ്ങൾ ഇങ്ങനെ കയറിയിട്ട് നമ്മളിത് നടക്കുമ്പം തീരെ പറ്റുന്നില്ല. മേ ബി ട്രക്കിങ് ചെയ്യുന്നവർക്ക് ഈസി ട്രക്കായിരിക്കും കേട്ടോ. നമ്മൾ ട്രക്കിങ് ചെയ്യാത്തവർക്ക് നടക്കണേയില്ല. സത്യം, നടക്കാത്തവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. മൊത്തം മോഷ്ടിക്കുകയാണ്. കുറുനരി മോഷ്ടിക്കരുത്. എക്സോസ്റ്റഡ്. നടക്കുന്നുണ്ട് സ്റ്റിൽ. ചെറിയൊരു സ്ട്രൈറ്റ് റോഡ് കിട്ടി. എഗെയിൻസ് ചെറുതായിട്ട് കിട്ടി. എഗെയിൻ മേലെ. എടാ, ഫുഡ് റെസ്റ്റോറൻറ്റ് ഇങ്ങോട്ടാണല്ലോ കാണിക്കുന്നത്. ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. കയറ്. എനിക്ക് തോന്നുന്നു
വ്യൂ പോയിന്റിൻ്റെ അടുത്ത് എത്തിയെന്ന്. വി ആർ ടേക്കിംഗ് ദ ലെഫ്റ്റ്, നോട്ട് സ്ട്രൈറ്റ്. ഇങ്ങോട്ട് പോകാം. ഫൈനലി വെളിച്ചം കാണുന്നുണ്ട്. ഹോപ്പ് വി ഹാവ് റീച്ച് ദ സ്പോട്ട്. എത്തി തോന്നുന്നുണ്ട് കേട്ടോ. ഫൈനലി അപ്പത്തി ഇനി ഇതിൻ്റെ മുകളിൽ പോകണം. ഇനിയും നടക്കാനുണ്ട്. നടക്കാൻ പറ്റും തോന്നിയില്ല. മേ ബി റെസ്റ്റ് എടുത്തിട്ട് നോക്കാം. ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇതുവരെ വരാം. ഇറ്റ്സ് റിയലി വർത്ത്. കൈ ഫുള്ളും കർമ്മം പോയി മതിയത്. വലിയ മറ്റേ വൈദ്യം വന്ന് കാട്ടി വന്നതും പിന്നെ പച്ചമരുന്ന് തേടാൻ വന്നിരിക്കുകയാണ്. കാട്ടുവൈദ്യൻ കാട്ടുമുത്തി ഞാൻ കട്ടൻ ചായ വെച്ച് തീർന്നു എന്ന് വിചാരിച്ചതാണ്. പക്ഷേ തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരു 15 മിനിറ്റോടെ നടക്കാണ്ട്. സേവിയിലേക്കൊരു റെസ്റ്റിംഗ് ഫേസ് പോലെ ഇവിടെ കുറച്ച് നേരം ഇരുന്നു. ഇനി അടുത്തൊരു 15 മിനിറ്റോടെ നടക്കാനുണ്ട്. പാസ്പോർട്ട് പോയിട്ട് നോക്കാം. ഇവിടെ വെയിലായതുകൊണ്ട് പിക്സൊന്നും അത്ര അടിപൊളിയായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. സോ ലെറ്റ്സ് വാക്ക് അഗെയിൻ. ലെറ്റ്സ് വാക്ക്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല നമ്മൾ കയറി വന്ന സമയം മേ ബി കുറച്ചുകൂടെ ലേറ്റായിട്ട് കയറണമായിരുന്നു തോന്നുന്നുണ്ട്. റൈറ്റ് ടൈം ആണ്. ഇറ്റ്സ് ടൈം ഓഫായ സമയം 4 മണിയാണ് തോന്നുന്നുണ്ട്. അടക്കാം. വല്ലതും ഭക്ഷിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം. ബിക്കോസ് വിശക്കുന്നുണ്ട്. ഒരു ഹാഫ് കുപ്പി ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. വേണോ? ഇതുപോലെ പല ഇലകളും ചെടികളും കാണും. ഒന്നും പറിച്ച് തിന്നേക്കരുത്. ഇവിടുന്ന് താഴെ കൊണ്ടുപോകാൻ പോലും പറ്റൂല. അയ്യോ, സൂക്ഷിച്ച് കയറുമാ. നല്ല മല കയറുന്നുണ്ട്. പാവം അമ്മ ട്രിപ്പ് വീണ് കൂട്ടിയിട്ട് വന്ന് പണിഷ്മെന്റ് കൊടുത്തിട്ടിരിക്കും. നടങ്ങ ഇനി അടുത്ത് ഞാനാ കയറേണ്ടത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇത്ര നേരം വന്നിട്ട് വ്യൂ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ഒരു വ്യൂ ഇല്ല, ഒരു മണം കിട്ടിയൂല. വ്യൂ ഉണ്ടത്രേ എവിടെ? ഇതിന്റെ. So guys, finally we reached here. It's നല്ലൊരു പ്ലേസ്. ആക്ച്വലി കുറച്ച് കഷ്ടമാണ് കയറി വരാനൊക്കെ. മൊട്ടക്കുന്നായതുകൊണ്ട് കുറച്ച് കഷ്ടമാണ്. ബട്ട് സ്റ്റിൽ വന്നതിൽ വെർത്തുണ്ട് അല്ലേ ചേട്ടാ? ഓക്കെ, അവർ താഴെ നിന്നു. ശരി, ഞാൻ അവരെ കാണിച്ചു തരാം. അവരവിടെ തന്നെ നിൽക്കുകയാണ്. ബിക്കോസ് കുറച്ച് സ്റ്റീപ്പായതുകൊണ്ട്. സൂര്യേട്ടൻ്റെ അടുത്ത് കയറണ്ടെന്ന് പറയാം. സൂര്യേട്ടൻ കയറണ്ട. സൂര്യേട്ടൻ നീ കയറണ്ട, നീ അവിടെ നിന്നോ. വേണ്ട, പറ്റില്ല, നിനക്ക് പറ്റില്ല. പക്ഷേ സ്റ്റീപ്പായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് സൂര്യേട്ടൻ കയറണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ നോക്കി ഇറങ്ങണം. യെസ്, ചേട്ടാ നോക്കിയേ. ഫോട്ടോ എടുക്കട്ടെ.
ഇത് ഇനിയും കയറാൻ പറ്റുന്ന തോന്നുന്നു. ഇത് കയറുന്നുണ്ട് ഞങ്ങളെല്ലാം കേട്ടോ. സീനിട്ടാ. എൻ്റെ മോനെ ഒന്നും പറയാനില്ല. കിട്ടില്ല. ഇതുവരെ ചെയ്തിട്ടുള്ള ട്രക്കിങ്ങിൽ ഇത് വല്ലാത്തൊരു സ്പോട്ട്. വൺ റിസ്ക് ആണ്. പക്ഷെ ഇങ്ങോട്ട് അധികം ആൾക്കാർ വരാതിരിക്കുന്നത് നല്ലത്. കാരണം വൻ റിസ്കി ഏരിയ ആണ് അല്ലേ ചേട്ടാ? ഭയങ്കര റിസ്ക്കാണ്. ഇത് ഒറ്റൊരു മൊട്ടക്കുന്നാണ്. അങ്ങോട്ട് പോകാൻ പോലും മൈൻഡില്ല. ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ, കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിങ്ങനെയാണ്, കണ്ടല്ലേ? ഇങ്ങനെയാണ് മൊട്ടക്കുന്ന്, ഒന്നുമില്ല. സോ ഗൈസ്, ശരിക്കും ഇത്രയും നേരം നടന്നു വന്നതിന് വർത്ത് ആൻഡ് റിയലി അഡ്വഞ്ചറസ് ആയിരുന്നു. കാരണം അവിടെ നിന്ന് കയറി വന്ന് ഈ മൊട്ടക്കുന്നായതുകൊണ്ട് അധികം ഗ്രിപ്പിംഗ് ഒന്നും കിട്ടില്ല. അത്യാവശ്യം നല്ല ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നവർ മാത്രം കയറി വരുന്നതാണ് ഇതിൽ സജസ്റ്റ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ അവിടെ നിന്ന് ഇത്രയും നേരം ഇൻവെസ്റ്റ് ചെയ്ത് വന്നതിൽ നല്ലൊരു സൂപ്പർ സംഭവം. സീൻ യോ നിനക്ക് എടുത്ത് തരട്ടെ ഞാൻ? സെൽഫി എടുത്തോണ്ടിരുന്ന ആ അതായത് സച്ചു മേലെ പോയിട്ട് വന്നു. ഞാൻ താഴെ തന്നെ നിന്നു ഒരു പരിധി കഴിഞ്ഞപ്പം. ബിക്കോസ് ലൈക്ക് കാല് കുറച്ച് ഇതുള്ളത് കൊണ്ട് സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇതാണ് പാറയിൽ. സച്ചു പോയി മേലേക്ക് വീഡിയോ എടുത്ത്. മൊട്ടക്കുന്നായതുകൊണ്ട് മൊട്ടക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അധികം ഗ്രിപ്പിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ കയറി പോകാൻ പറ്റും. മേലെ പോയിട്ട് വ്യൂ പോയിന്റ് കാണാൻ പറ്റില്ല. മേലെ പോയിട്ട് ഇത്രയും ഹൈറ്റ് കയറി വന്നിട്ട് നമുക്ക് വ്യൂ പോയിന്റ് ഫുൾ ആയിട്ട് കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഡ്ജിൽ പോയി നിൽക്കാനുള്ള കുറച്ച് ടഫാണ്. അതായത് എഡ്ജസ് ഒന്നും പ്രൊട്ടക്റ്റഡ് അല്ല, ജസ്റ്റ് അങ്ങ് സ്റ്റീപ്പായിട്ട് കിടക്കുക. എങ്ങാനും പ്രൊട്ടക്റ്റഡ് എന്നല്ല, എഡ്ജസ് എല്ലാം കുറച്ച് ഹൈറ്റിലാണ്. പണിയാണ്. സെന്റർ ബേസ് കുഴിയും ആ നമ്മൾ എഡ്ജ് വന്നിട്ട് പിന്നെ കുറച്ചുകൂടി കയറ്റമാണ്. അതിങ്ങനെ ഇങ്ങനെ മറ്റേ ഒരു മോൾഡഡ് ആയിട്ടുള്ള ഒരു കയറ്റമാണ്. അപ്പോൾ അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ സ്ലിപ്പ് ആവാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ബെറ്റർ നമ്മൾ ആ കുഴിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വ്യൂസും കിട്ടില്ല. ആ കയറ്റത്തിൽ കയറി നിന്നാലേ വ്യൂ കിട്ടുള്ളൂ. ആ കയറ്റത്തിൽ കയറി നിൽക്കുന്നത് ഞാൻ പറയുന്ന റിസ്ക് ആണെന്നാണ്. ഇപ്പോഴത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത്രയും റിസ്ക് എടുത്ത് കാര്യങ്ങളൊന്നും നോക്കണ്ടെന്നാണ് ആയിരിക്കും സത്യം. നമ്മൾ വരുന്നത് ഇവിടെ ബെറ്റർ ആയിട്ട് ഒരു ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. നന്നായിട്ട് വന്നിട്ട് തിരിച്ചു വരാം. ട്രക്കിങ്ങിന് പറ്റിയൊരു സ്പോട്ട്. അതായത് അധികം ഡിസ്റ്റൻസ് ഇല്ല, ഒരു 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ വേർത്ത് ആണ്. കാര്യം സ്റ്റീപ്സ്. ശരിക്കും മേലെ പോയപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് നേരം കൂടി ഇരിക്കുകയാണെങ്കിൽ സൺസെറ്റ് ഒക്കെ കാണാനുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു അതന്നെ. സൺസെറ്റ് കാണാൻ ഏറ്റവും ബെസ്റ്റാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു മേക്ക് ഷുവർ അവിടെ പോയിട്ട് ഏറ്റവും എൻഡിൽ കയറാതെ എൻഡിൽ പോയി നിൽക്കാതിരിക്കുക. പിന്നെ മഴക്കാലത്ത് മാക്സിമം വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് അതിനെ പാറയ്ക്ക് പുറത്ത് എന്തായാലും കയറാൻ പറ്റില്ല. കാര്യം നല്ല രീതിക്ക് സ്ലിപ്പ് ആവാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ ഒരു പീക്ക്, ഇതിൻ്റെ പേരെന്തായിരുന്നു വെച്ചു? അല്ല, അത് പേര് തുടക്കത്തിൽ പറഞ്ഞു, പേര് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് ഈ പീക്ക് വന്ന് കയറുവാണെങ്കിൽ ട്രക്കിങ്ങിന് വേർത്താണ്. അപ്പോൾ ഇവിടെ വരുന്നത് വേർത്ത് ഫോർ മണി. സോ ഇവിടെ എൻട്രൻസ് ഫീ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, പക്ഷേ അതൊന്ന് ക്ലോസ്ഡ് ആണ്. അൺലക്കി ആയി ഞങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഒരു കാപ്പിക്കടയുണ്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ ആ കാപ്പിക്കടയിലോട്ടാണ് ഇനി പോകുന്നത്, കാപ്പി പിടിക്കാൻ വേണ്ടിയിട്ട്. ഫേമസ് ആണെന്ന് പറഞ്ഞു നമ്മുടെ ഒപ്പം വന്ന ഡ്രൈവർ ചേട്ടൻ. അമ്മ എന്തോ ഒരെണ്ണം വരച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന സാധനം? നീലി അമരയാണെന്ന് പറഞ്ഞ അമ്മ വരച്ചു വെച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇൻഡിഗോ. രഞ്ജേച്ചി പറഞ്ഞത് ഇൻഡിഗോ ആണ് നീലി അമരയുടെ. സോ അതാണ് സംഭവം. ഇനിയിപ്പോൾ താഴെ പോയിട്ടൊരു സൈൻ ഓഫ് അടിക്കാം. അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. വേർത്തായിരുന്നു. മേലെ കയറുമ്പോൾ ഞാൻ ഇങ്ങനെ എക്സോസ്റ്റ് ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ബട്ട് ലൈക്ക് വെൻ ഐ എം ജസ്റ്റ് ക്ലൈംബിംഗ് ഡൗൺ ഐ ഫീൽ ലൈക്ക് ഓക്കെ സംതിങ് അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഫീലോടുകൂടി നമ്മൾ പോകത്തല്ലേ. അതാണ്. എനിക്ക് മേലെ കയറാൻ പറ്റിയില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വർത്ത് ട്രിപ്പ്. ഇനി നെക്സ്റ്റ് ഞങ്ങൾ കാപ്പി പിടിക്കാൻ പോകും.
ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഈ ട്രെക്കിംഗ് വീഡിയോ. സോ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. സോ ഇങ്ങോട്ട് വരുമ്പം നിങ്ങളെല്ലാവരും ഈ ട്രെക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റാണ് ഈ 8ന്റെ പണി. അച്ഛന്റെ ഹെൽത്ത് ചെക്കപ്പ് ആണോ? അത് തന്നെ. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഹെൽത്ത് ചെക്കപ്പിൽ ഫെയിൽ ആയത് അമ്മയാണ്. അല്ല, ഹെൽത്ത് ചെക്കപ്പിന് അച്ഛൻ പാസ്സാണ്, മക്കളെല്ലാരും ഫെയിൽ ആയിരുന്നു മാത്രം. TMT ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റ് പോലെ ഇത് ട്രെക്കിംഗ് ടെസ്റ്റ്. സോ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ചിക്മംഗ്ലൂർ ട്രിപ്പ് വന്നിട്ടുള്ള ഫസ്റ്റ് സ്പോട്ട് വിസിറ്റ് ഇതായിരുന്നു. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റൊക്കെ ചെയ്ത് അങ്ങ് പൊലിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് തട്ടിയേക്കാം. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് ബൈ ഫ്രം കാഷ്വൽ ക്രിയേഷൻസ്. ചേച്ചി കടന്നു പോടാ, കടക്കട പുറത്ത്. ഓക്കെ ദെൻ ഗൈസ്, ബൈ. അതാ അവിടെ 2 പേര് ഓറഞ്ച് നോക്കി നിൽക്കണം. ഞാൻ വിചാരിച്ച് ജീവേട്ടൻ വിളിച്ചിട്ട് പോയിട്ടുണ്ടാവുന്ന, പക്ഷേ ഡൊപ്പിയും അപ്പിയും കൂടെ അവിടെ ഓറഞ്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചുകുട്ടാ ഇതെന്താ ചെയ്യുന്നത്? ഇനി ഓറഞ്ച് ആരില്ല അങ്ങനെ വെക്കോളി, ലൂസ് പിരിങ്ങിട്ട് വന്നിരും പിടി. ഒന്ന് കിട്ടുന്നത് വെച്ചത് കിട്ടിയിട്ടില്ല. പൊളിച്ചണ്ടിട്ട് വയ്യ. വീഡിയോയിലത്തെ ഭാഷ പുളിച്ചണ്ടിട്ട് സോ പൊളിപ്പ് ഗൈസ്. ഗൈസ് ലിറ്ററലി ഹാൻഡിങ് വിത്ത് ഫൺ നോട്ട്. സൂപ്പറായിരുന്നു. ട്രെക്ക് ഈസ് ഗുഡ്. സോ ഇറ്റ് വാസ് റിയലി വർത്ത്. ഒരു ഫണ്ണാണ്, ഫാമിലി ആയിട്ട് വന്നിട്ട് പോയപ്പം എല്ലാവരും കൂടെ കയറിയപ്പോൾ ഫണ്ണായിട്ട് അങ്ങ് കയറി ഇറങ്ങുമ്പോഴും ഒക്കെയാണ്. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് ബൈ. Suryan signing off along with Sachuta. Bye guys. Jeevatan, Appa and everyone. So bye guys. ഗൈസ്, ഇതായിരുന്നു, ഈ മലയിലായിരുന്നു നമ്മൾ, ഈ മൊട്ടക്കുന്നിലായിരുന്നു നമ്മൾ കയറിയത്. ഈ മൊട്ടക്കുന്നിൽ ഗൈസ്, ഈ മൊട്ടക്കുന്നിൽ ഏത് ആംഗിളിലാണ് പട്ടി തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്ന പട്ടി എന്നറിയില്ല. ഒന്നുമില്ല ഇതില്, മരങ്ങളേ ഇല്ല. ഇവിടെ നോക്ക്, അതാണ് നമ്മൾ കയറിയ മല. ദിസ് ഈസ് ദാറ്റ് മല ഗൈസ്. അതിലാണ് നമ്മൾ കയറിയത്. ഞാൻ അതുവരെ കയറി ഇറങ്ങി ഇപ്പം ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബെസ്റ്റ് ഒരു കോഫി ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് ഈ ഇറങ്ങിയതിൻ്റെ ക്ഷീണം അവിടെ പോയി കാപ്പി കുടിച്ച് തീർക്കണം. ഇങ്ങനെ കാപ്പി കുടിച്ച് തീർക്കും. ഇവിടെ നല്ല കോഫി ബീൻസും ഇവിടെ തന്നെ കൃഷി ചെയ്ത കോഫി ബീൻസൊക്കെ വെച്ചിട്ടായിരിക്കും കാപ്പി കിട്ടുക. അപ്പോൾ നല്ലൊരു പ്രതീക്ഷയുണ്ട്. ലെറ്റ്സ് സീ ഹൗ ദ കാപ്പി വിൽ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ശരി, അപ്പോൾ ബൈ ഗൈസ്. അപ്പം ഇങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി ഇവിടെ നിന്ന് കയറുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ആകെ ജസ്റ്റ് 15 മിനിറ്റ്സിൽ കയറി 15 മിനിറ്റ്സിൽ തിരിച്ചിറങ്ങുന്ന പറഞ്ഞ്. അതെ, കയറാൻ തന്നെ ഒരു 30-35 മിനിറ്റ് എടുത്തു. 45 മിനിറ്റ്. കാരണം അമ്മയും അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട്. അച്ഛൻ പക്ഷേ പയറുമണി പോലെ കടകടാന്ന് കയറി പോകണ്ടായിരുന്നു. അമ്മ പിന്നെ രഞ്ജിച്ച് കുറച്ച് സ്ലോ ആയിരുന്നു. ഞാനേ സ്ലോ ആയിരുന്നു. അതെ, എല്ലാവരും സ്ലോ ആയിരുന്നു ഇനിഷ്യലി. പിന്നെ അവിടെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് അവിടെ ഒരു പാറയുടെ മണ്ടയ്ക്ക് കയറണം. അത് പിന്നെയും കുറച്ചുകൂടി റിസ്കി ആയിരുന്നു.
ക്വിഡ്. ഞാൻ അതിനുശേഷം കയറിയില്ല, പിന്നെ സച്ചു ആ കയറിയത്. സച്ചുവും ജീവേട്ടനും കൂടെ കയറി. അവിടെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊരു വ്യൂ ഒന്നും കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു എഡ്ജ് വന്നിട്ട് ഒരു ഹമ്പ് പോലെയാണ്. സോ അപ്പോൾ അവിടെ കയറി നിന്നാലേ നമുക്ക് വ്യൂ കിട്ടുള്ളൂ. അത് അത്ര കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് കാണണ്ടെന്ന് വെച്ചു. പക്ഷെ എന്നാലും അവിടെ പോയിട്ടൊരു ഫീൽ ഉണ്ടായിരുന്നു, നല്ല ഫീൽ ഗുഡ് ഉണ്ടായിരുന്നു. ബിക്കോസ് അറ്റ് ദ ടോപ്പ് റൈറ്റ്. അപ്പോൾ ആ ഒരു രസം ഉണ്ടായിരുന്നു. ആ സാധനമാണ് ഞങ്ങൾ കയറിയ ആ സാധനമല്ലേ, ആ മുട്ടക്കുന്നില്ലേ, അവനാണ്. അതിൻ്റെ മണ്ടയ്ക്കാണ് ഞങ്ങൾ കയറിയത് വിത്ത് ഫാമിലി. ദാറ്റ്സ് ദ തിങ്. ഓക്കെ സച്ചു, ഓക്കെ സച്ചു ഇവിടുന്ന് ഒരു